ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. രാജ്യത്ത് പാചകവാതക വില വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. ഗാർഹിക വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടർ വില 50 രൂപ കൂട്ടി. പുതുക്കിയ നിരക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരും. പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവയും ലിറ്ററിന് 2 രൂപ വർദ്ധിപ്പിച്ചു. ചില്ലറ വിൽപ്പനയിൽ ഇത് പ്രതിഫലിക്കില്ല. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന് 50 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇന്ന് അർദ്ധരാത്രി മുതൽ പുതുക്കിയ വില നിലവിൽ വരും. ഇതോടെ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരമുള്ള ഉപഭോക്താക്കൾക്ക് സിലിണ്ടറിന് 550 രൂപ നൽകണം. മറ്റുപഭോക്താക്കൾക്ക് നിലവിലെ 803 രൂപയിൽ നിന്ന് 853 രൂപയായി വർദ്ധിക്കുമെന്നും കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. In other words, from 500 it will go up to 550 and the other one will go up from 803 to 853. Now this is a step which we will review as we go along. As it is, we review these every 2 weeks or 3 weeks. And therefore the excise duty that you have seen increase is not to go on to the consumer on petrol and diesel. പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവ ലിറ്ററിന് 2 രൂപ വർദ്ധിപ്പിച്ചെങ്കിലും ചില്ലറ വിൽപ്പനയെ ബാധിക്കില്ല. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞു നിൽക്കുന്നതിനാൽ വർദ്ധിപ്പിച്ച എക്സൈസ് തീരുവ പൊതുമേഖലാ കമ്പനികൾ വഹിക്കുമെന്നാണ് പെട്രോളിയം മന്ത്രാലയം നൽകുന്ന വിശദീകരണം. 24 ഡൽഹി. ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ അനുനയ നീക്കവുമായി തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി. ഓണറേറിയം വർധനയിൽ ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്ന് സമരക്കാർക്ക് വി ശിവൻകുട്ടി ഉറപ്പു നൽകി. ചർച്ചയിൽ തൃപ്തരാണെന്ന് പറഞ്ഞ ആശാ വർക്കേഴ്സ് ഓണറേറിയം വർദ്ധിപ്പിക്കാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന് വ്യക്തമാക്കി. ആരോഗ്യമന്ത്രി വീണ ജോർജുമായി ആശാ വർക്കേഴ്സ് 3 തവണയാണ് ചർച്ച നടത്തിയത്. 3 ചർച്ചയും പരാജയപ്പെട്ടു. തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയുമായി നടത്തിയ ചർച്ചയിൽ സമരക്കാർ തൃപ്തർ. ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ പഠിക്കാനുള്ള സമിതിയുടെ കാലാവധി 1 മാസമായി ചുരുക്കുന്നത് പരിഗണിക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകി. എന്നാൽ ഓണറേറിയ വർധന പ്രഖ്യാപിക്കാതെ സമരം അവസാനിപ്പിക്കാൻ തയ്യാറല്ലെന്ന് സമരക്കാർ. ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞങ്ങൾക്ക് ഈ ഓണറേറിയം വർധനവ് കിട്ടിയേ ഞങ്ങൾക്ക് സമരം അവസാനിപ്പിക്കാൻ കഴിയുള്ളൂ. ഈ കാര്യം അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പഠനസമിതിയുമായി മുന്നോട്ട് പോകുമെന്ന നിലപാട് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആവർത്തിച്ചു. സമരം അവസാനിപ്പിക്കണം എന്നുള്ളത് തന്നെയാണല്ലോ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളതും. ഞാൻ നടത്തിയ 3 മീറ്റിങ്ങിലും അതോടൊപ്പം സ്റ്റേറ്റ് മിഷൻ നടത്തിയ 2 മീറ്റിങ്ങിലും ഈ കാര്യം തന്നെയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ന് ബഹുമാന്യനായിട്ടുള്ള തൊഴിൽ വകുപ്പ് മന്ത്രിയെ അവർ കണ്ടപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. നമ്മൾ ആ മീറ്റിങ്ങിലെടുത്ത തീരുമാനമാണല്ലോ, അതുമായി മുന്നോട്ട് പോകും. ഒരു IAS ഓഫീസറായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. IAS ഓഫീസർ ചെയർ ചെയ്യുന്ന കമ്മിറ്റി ആയിരിക്കും. ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റും തൊഴിൽ വകുപ്പും ഒക്കെ പ്രതിനിധികൾ അതിലുണ്ടാകും എന്ന് പറഞ്ഞിരുന്നു, ആരോഗ്യവകുപ്പിന് പുറമെ. സമരത്തിനെതിരെ നിലപാടെടുത്ത INTUC സംസ്ഥാന അധ്യക്ഷൻ R ചന്ദ്രശേഖരനെ KPCC അധ്യക്ഷൻ K സുധാകരൻ താക്കീത് ചെയ്തു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം ഇന്ന് 57-ാം ദിവസത്തിലും നിരാഹാര സമരം 19-ാം ദിവസത്തിലുമാണ്. 24 തിരുവനന്തപുരം. കൊട്ടാരക്കര കോട്ടുക്കൽ ക്ഷേത്രത്തിലെ ഗണഗീത വിവാദത്തിൽ ഗാനമേള ട്രൂപ്പിനെതിരെ കേസെടുത്തു പോലീസ്. നാഗർകോവിൽ നൈറ്റ് ബോർഡ്സ് ഓർക്കസ്ട്രയിലെ ഗായകരെ 1-ാം പ്രതിയാക്കിയാണ് കടക്കൽ പോലീസ് കേസെടുത്തത്. ഉപദേശക സമിതിയും ഉത്സവാഘോഷ കമ്മിറ്റിയും പ്രതികളാണ്. സംഭവത്തിൽ ഉപദേശക സമിതി പിരിച്ചുവിടുന്നതടക്കമുള്ള ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചു. കടക്കൽ ദേവി ക്ഷേത്രത്തിലെ വിപ്ലവ ഗാനാലാപനത്തിൽ ഹൈക്കോടതി വിമർശിച്ചതോടെ കേസെടുക്കാൻ നിർബന്ധിതരായ കടക്കൽ പോലീസാണ് കോട്ടുക്കൽ മഞ്ഞിപ്പുഴ ശ്രീ ഭഗവതി ഭദ്രകാളി ക്ഷേത്രത്തിലെ ഗണഗീത വിവാദത്തിലും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഗാനമേളയ്ക്കിടെയാണ് RSS ഗണഗീതമായ നമസ്കരിപ്പു ഭാരതമങ്ങേ എന്ന ഗാനം നാഗർകോവിൽ നൈറ്റ് ബേർഡ്സിലെ ഗായക സംഘം ആലപിച്ചത്. ഗണഗീതം ആലപിച്ച ഗായക സംഘത്തെ പ്രധാന പ്രതികളാക്കി FIR രജിസ്റ്റർ ചെയ്ത കേസിൽ ക്ഷേത്രോപദേശക സമിതിയും ഉത്സവാഘോഷ കമ്മിറ്റിയും 2ഉം 3ഉം പ്രതികളാണ്. RSS സ്ഥാപകൻ ഹെഡ്ഗേവറിനെ പ്രകീർത്തിക്കുന്ന ഗണഗീതം പാടാൻ സാഹചര്യമൊരുക്കിയതിനാണ് ക്ഷേത്ര കമ്മിറ്റികൾ പ്രതികളായത്. സംഭവത്തിൽ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണറോട് റിപ്പോർട്ട് തേടിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉപദേശക സമിതിയെ പിരിച്ചുവിടാൻ തീരുമാനിച്ചു. ഇത് ആവർത്തിക്കുന്ന ഉപദേശക സമിതികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ഇന്ന് കൊട്ടാരക്കര AC യിൽ നിന്ന് കിട്ടും. റിപ്പോർട്ട് കിട്ടിയാലുടൻ തന്നെ
കോടതി നിർദ്ദേശപ്രകാരം തന്നെ പിരിച്ചുവിടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകും. ഗണഗീതാലാപനത്തിനു പുറമെ ക്ഷേത്ര പരിസരത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ ആശയങ്ങളും ചിഹ്നങ്ങളും പ്രചരിപ്പിക്കുന്ന തരത്തിൽ കൊടിതോരണങ്ങൾ സ്ഥാപിച്ചതിനും ഉപദേശക സമിതിയെയും ഉത്സവ കമ്മിറ്റിയെയും പ്രതി ചേർത്തിട്ടുണ്ട്. റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രിവെൻഷൻ ഓഫ് മിസ്യൂസ് ആക്ടിലെ 3 മുതൽ 7 വരെ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. കൊട്ടുക്കൽ സ്വദേശി പ്രവീണാണ് പരാതിക്കാരൻ. 24 കൊട്ടാരക്കര. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാനെ കടക്കണിയിൽ മുക്കിയത് ലോൺ ആപ്പുകളെന്ന് മാതാവ് ഷെമിയുടെ വെളിപ്പെടുത്തൽ. കൂട്ടക്കൊലപാതകം നടന്ന ദിവസം ലോൺ ആപ്പിലടക്കം 3 പേർക്ക് പണം തിരികെ നൽകാനുണ്ടായിരുന്നു. കൂട്ട ആത്മഹത്യയെക്കുറിച്ച് ആലോചിച്ചിരുന്നില്ല എന്നും അഫാനോട് ക്ഷമിക്കാൻ കഴിയില്ലെന്നും ഷെമി 24-നോട് പറഞ്ഞു. പിന്നെ മോൻ കഴുത്തിലെഴുതിയിട്ട് പിന്നെ മച്ചി ക്ഷമിക്കണേന്ന് പറഞ്ഞ് പിന്നെ ഫർസാനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് പോയി അവൻ. ഫെബ്രുവരി 24 ഷെമിയുടെ ജീവിതത്തിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന ദിവസമാണ്. അഫാൻ തന്നെ ബോധരഹിതയാക്കാൻ എന്തോ തന്നുവെന്ന് ഷെമി സംശയിക്കുന്നു. അന്ന് തനിക്ക് ബോധമുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലെന്ന് ഷെമി. എന്തോ എനിക്ക് കഴിച്ചെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല അതിനെപ്പറ്റി. ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കൂലായിരുന്നു. 25 ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടായിരുന്നത്. വീടും വസ്തുവും വിറ്റ് കടം തീർക്കാമായിരുന്നു. കൂട്ട ആത്മഹത്യയെക്കുറിച്ച് ആലോചിച്ചിരുന്നില്ലെന്നും ഷെമി. കുടുംബം ഒന്നാകെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾക്ക് വസ്തു വിറ്റ് കടങ്ങൾ തീർക്കാം മക്കളെ എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. വസ്തു വിറ്റ് കടങ്ങൾ തീർക്കാം എന്നാണ് പറഞ്ഞത്. അഫാൻ ലോൺ ആപ്പുകളിൽ നിന്നും വായ്പ എടുത്തിരുന്നു. പോക്കറ്റ് എന്ന ആപ്പിൽ നിന്നും എടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ ഫെബ്രുവരി 23-നും 24-നും ഫോൺ വിളികൾ വന്നു. അതിന്റെ ടെൻഷൻ അഫാനിലുണ്ടായിരുന്നു. രാത്രിയും വിളിച്ചായിരുന്നു, തലേദിവസവും വിളിച്ചായിരുന്നു, പിറ്റേന്നും വിളിച്ചായിരുന്നു. പെരുമാറ്റം എങ്ങനെയായിരുന്നു? ഇവർ വിളിച്ചു കഴിഞ്ഞപ്പോൾ അടയ്ക്കാന്ന് പറഞ്ഞു, പൈസ അടയ്ക്കാന്ന് പറഞ്ഞു. വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിൽ നിന്നും ബന്ധുവിന്റെ പക്കൽ നിന്നും വാങ്ങിയ പണം തിരിച്ചടക്കേണ്ടത് കൂട്ടക്കൊലപാതകം നടന്ന ദിവസം തന്നെ ആയിരുന്നുവെന്നും ഷെമി വെളിപ്പെടുത്തി. കൊന്നളഞ്ഞു, എനിക്ക് പറ്റൂല, എനിക്ക് ക്ഷമിക്കാൻ. എൻ്റെ കൊച്ചിനെ കൊന്നളഞ്ഞു. ക്യാമറാമാൻ സിറിലിനും ജിതിനുമൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന് തിരിച്ചടി. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. വിചാരണ അവസാന ഘട്ടത്തിലെത്തിയെന്ന് വിലയിരുത്തിയാണ് കോടതിയുടെ നടപടി. ജസ്റ്റിസുമാരായ A. മുഹമ്മദ് മുഷ്താഖ്, P. കൃഷ്ണകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് CBI അന്വേഷണം വേണമെന്ന ദിലീപിന്റെ ഹർജി തള്ളിയത്. സുതാര്യവും പക്ഷപാതരഹിതവുമായ അന്വേഷണം നടക്കാൻ CBI അന്വേഷണം വേണമെന്നായിരുന്നു ദിലീപിന്റെ ആവശ്യം. നിലവിൽ കേസിന്റെ വിചാരണ അന്തിമഘട്ടത്തിലാണ്. വിചാരണ വൈകിപ്പിക്കാനാണ് ഹർജിയെന്നാണ് കോടതിയുടെ നിരീക്ഷണം. കേസിന്റെ വിചാരണ ഏത് ഘട്ടത്തിലാണെന്നും കോടതി സർക്കാരിനോട് ചോദിച്ചിരുന്നു. കേസിന്റെ അന്തിമവാദം കേട്ടതിനു ശേഷമാണ് കോടതി ദിലീപിന്റെ ആവശ്യം തള്ളുകയും ഹർജി തീർപ്പാക്കുകയും ചെയ്തത്. കേസ് ഏത് ഏജൻസി അന്വേഷിക്കണമെന്ന് പ്രതിക്ക് ആവശ്യപ്പെടാനാകില്ലെന്ന് വ്യക്തമാക്കി നേരത്തെ ദിലീപിന്റെ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്നു. 2019-ലാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവ് തള്ളിയതിനെ തുടർന്ന് ദിലീപ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. 24 കൊച്ചി. പകരച്ചുങ്കം ഏർപ്പെടുത്താനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം ഇന്നും വിപണികളെ കൂട്ടത്തകർച്ചയിലേക്ക് തള്ളിയിട്ടു. സെൻസെക്സ് 2.95%, നിഫ്റ്റി 3.24% ഇടിവിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. 20 ലക്ഷം കോടിയിലേറെ രൂപയുടെ നഷ്ടമാണ് നിക്ഷേപകർക്കുണ്ടായത്. ഏഷ്യൻ വിപണികളും യൂറോപ്യൻ അമേരിക്കൻ വിപണികളും വൻ തകർച്ചയിലാണ്. അമേരിക്കൻ തീരുവ യുദ്ധമുണ്ടാക്കിയ ആഘാതത്തിൽ കൂട്ടത്തകർച്ചയിലാണ് ലോകമാകെ വിപണികൾ. ആഗോള മാന്ദ്യഭീതി ശക്തം. വെള്ളിയാഴ്ച അമേരിക്കൻ വിപണിയിലുണ്ടായ വൻ ഇടിവ് ഇന്നത്തെ തകർച്ചയുടെ മുന്നറിയിപ്പായിരുന്നു. വ്യാപാരത്തിന്റെ തുടക്കത്തിൽ സെൻസെക്സ് 3183 പോയിന്റും നിഫ്റ്റി 1727 പോയിന്റും ഇടിഞ്ഞു. ഒരു ഘട്ടത്തിൽ വീഴ്ച 5% വരെയായിരുന്നു. എല്ലാ സെക്ടറുകളും നഷ്ടത്തിലാണ്. ജപ്പാൻ, ഹോങ്കോങ് തുടങ്ങി ഏഷ്യൻ വിപണികളുടെ കാര്യം ഇന്ത്യൻ വിപണിയേക്കാൾ കഷ്ടമാണ്. ഡോളറിനെതിരെ രൂപ ഇന്ന് കൂടുതൽ ദുർബലമാവുകയും ചെയ്തു. ബുധനാഴ്ച പുറത്തുവരുന്ന റിസർവ് ബാങ്കിന്റെ പുതിയ പണനയത്തിൽ പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന സൂചനയുണ്ട്. അങ്ങനെയെങ്കിൽ തകർന്നു നിൽക്കുന്ന ഇന്ത്യൻ വിപണിക്ക് അതൊരു ആശ്വാസമാകും. വിപണിയിലെ ഈ കറുത്ത തിങ്കൾ ഒരു ദിവസത്തെ മാത്രം പ്രതിഭാസമാകില്ല. വരും ദിവസങ്ങളിലും ഇതേ തിരിച്ചടി വിപണികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പകരച്ചുങ്കത്തിൽ ഇളവ് തേടി 50ഓളം രാജ്യങ്ങൾ സമീപിച്ചെന്ന് വൈറ്റ് ഹൗസ് പറയുന്നു. നികുതി പരിഷ്കാരത്തിൽ ട്രംപ് സർക്കാരിൽ നിന്ന് കൂടുതൽ ഇളവുകൾ പ്രതീക്ഷിക്കുകയാണ് വിപണികളും. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. മാസപ്പടി കേസിൽ SFIOയുടെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജി ബുധനാഴ്ച പരിഗണിക്കും.
പ്രധാന ഹർജിയിലെ അന്തിമവാദവും അന്ന് കേൾക്കും. ഹർജിയിൽ മറുപടി ബുധനാഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ട് CMRLന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിലാണ് ഈ ഹർജി എങ്ങനെ നിലനിൽക്കുമെന്ന് കോടതി ചോദിച്ചത്. ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് ഈ കേസ് പരിഗണിച്ചപ്പോൾ തുടർ നടപടികൾ പാടില്ല എന്ന വാക്കാൽ നിർദ്ദേശം നൽകിയിരുന്നുവെന്ന് CMRL കോടതിയെ അറിയിച്ചു. CMRLന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് കപിൽ സിബലാണ് ഹാജരായത്. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന SKN40 കേരള യാത്രയുടെ തൃശൂർ ജില്ലാ പര്യടനത്തിന് സമാപനം. 3 ദിവസം നീണ്ടുനിന്ന യാത്രയിൽ ആയിരക്കണക്കിന് ജനങ്ങളുടെ പിന്തുണ ഉറപ്പാക്കിയാണ് യാത്ര വടക്കൻ കേരളത്തിലേക്ക് കടക്കുന്നത്. സാംസ്കാരിക നഗരിയുടെ അങ്ങോളം ഇങ്ങോളം ആയിരക്കണക്കിന് ആളുകൾ കൈകോർത്ത 3 ദിനങ്ങൾ. ലഹരിക്കെതിരെ അലയടിച്ച് തൃശൂരിന്റെ ശബ്ദം. കേരള യാത്രയുടെ 1ാം ഘട്ടം അവസാനിച്ചതും 2ാം ഘട്ടം ആരംഭിച്ചതും തൃശൂർ ജില്ലയിൽ. ആദ്യാവസാനം നാടിന്റെ പിന്തുണ ഒഴുകിയെത്തി. രാഷ്ട്രീയ ജാതി മത വ്യത്യാസങ്ങളില്ലാതെ നാനാ തുറകളിൽ നിന്നും ഐക്യദാർഢ്യം. എല്ലാ വിജയാശംസകളും. നമുക്ക് കേരളത്തിലെ മലയാളികളെല്ലാവരും ഒരു ക്യാമ്പയിൻ ഏറ്റെടുത്താൽ അതിനൊപ്പം നിൽക്കും എന്ന കാര്യത്തിൽ പരമസത്യമാണ്. നമുക്ക് കോവിഡും പ്രളയം എല്ലാം മറികടന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ്. ഈ കാര്യത്തിൽ നമുക്ക് നിൽക്കും എന്ന കാര്യത്തിൽ നല്ല ഉറപ്പുണ്ട്. ചേലക്കരയിൽ ഞങ്ങളും തുടക്കം കുറിച്ചിട്ടുണ്ട്. ലഹരിക്കെതിരായ ശക്തമായ നിലപാടുകളും കലാപരിപാടികളുമായി നാടിന്റെ മുക്കിലും മൂലയിലുമെത്തി കേരള യാത്ര. സമാപന ദിവസം കുത്താമ്പുള്ളി, അരിമ്പൂർ, ചെറുതുരുത്തി അടക്കമുള്ള തൃശൂരിന്റെ ഗ്രാമമേഖലകളിൽ വൻ ജനപിന്തുണ. അരിമ്പൂരിലെ സമാപന പരിപാടിയിൽ പങ്കാളികളായത് 100 കണക്കിന് ജനങ്ങൾ. അവസാനത്തെ MDMA-കാരനും അവസാനത്തെ രാസലഹരിക്കാരനും കേരളം വിട്ടുപോകണം. ഇനി ഒരു നരാധമനും നമ്മുടെ സമൂഹത്തിനെ കാർന്നു തിന്നുന്ന മാരക ലഹരി വിതരണം ചെയ്യാനായി കേരളത്തിലേക്ക് വരരുത്. തൃശൂർ ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി നാളെ രാവിലെ കേരള യാത്ര പാലക്കാട് ജില്ലയിൽ പ്രവേശിക്കും. 24 തൃശൂർ. SKN40 കേരള യാത്രയുടെ ഭാഗമായി എഡ്യൂടെക് കമ്പനി സൈലം ലഹരിയുടെ വിപത്തിനെക്കുറിച്ച് വിദ്യാർത്ഥികളുമായി വിശദമായ ചർച്ചയും നടന്നു. സൈലം ലേണിംഗ് ആപ്പ് തൃശൂർ ജില്ലാ ആസ്ഥാനത്താണ് കേരള യാത്ര എത്തിയത്. വിദ്യാർത്ഥികളും അധ്യാപകരും യാത്രയുടെ ഭാഗമായി. ലഹരി എന്ന വിപത്തിനെക്കുറിച്ച് വിദ്യാർത്ഥികളുമായി നടത്തിയത് വിശദമായ ചർച്ച. കേരളം വല്ലാത്തൊരു അപകട കെണിയിലാണ്. ആ കെണിയിൽ നിന്ന് ഈ കേരളാംബയെ നമുക്ക് മോചിപ്പിച്ചെടുത്തേ പറ്റൂ. അതിന് നിങ്ങളുടെ ശക്തി വേണം. അടുത്ത 20-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം നമുക്ക് മുഷ്ടി ചുരുട്ടി ഒരേ ശബ്ദത്തിൽ പറയണം. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ഏറ്റു പറയുമല്ലോ. നോ ടു ഡ്രഗ്, നോ വയലൻസ്, നോ MDMA ഗായ്. എല്ലാരെയും നമുക്ക് പറഞ്ഞു വിടണം. സൈലം CEO ഡോക്ടർ അനന്തു S, ഡയറക്ടർമാരായ ലിജേഷ് കുമാർ, വിനീഷ് കുമാർ, അഡ്മിനിസ്ട്രേറ്റർ കാർത്തികേയൻ എന്നിവർ നേതൃത്വം നൽകി. നമുക്ക് ഉറപ്പിക്കാം, നമ്മൾ ഒരിക്കലും ഇതുപോലത്തെ രാസലഹരിക്ക് നമ്മൾ അടിപ്പെടില്ല. നമ്മളെടുത്ത പ്രതിജ്ഞയില്ലേ കുട്ടികളെ, അത് നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, കാത്തു സൂക്ഷിക്കുക. ജീവിതത്തിൽ ഒരുപാട് മുന്നോട്ടേക്ക് പോവാ. നാടിനെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെ സൈലം ഉപാധികളില്ലാത്ത പിന്തുണയാണ് കേരള യാത്രയ്ക്ക് പ്രഖ്യാപിച്ചത്. സൈലം സോണൽ അക്കാദമിക് കോർഡിനേറ്റർ ഡോക്ടർ ദിനേശ് T ശ്രീധരൻ, തൃശൂർ അക്കാദമിക് കോർഡിനേറ്റർ ശിവരാമകൃഷ്ണൻ ER, ട്യൂഷൻ ആൻഡ് ക്രാഷ് കോഴ്സ് കോർഡിനേറ്റർ സുഭോഷ് NK, അഡ്മിനിസ്ട്രേറ്റർ സുനിൽ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ജീവിതത്തിലെ തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മൊമെന്റ് ഞങ്ങൾക്ക് സമ്മാനിച്ചതിന് താങ്ക്സ് a lot for the entire 24 core team for visiting our campus. 24 തൃശൂർ. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ പിൻവലിച്ച് നടൻ ശ്രീനാഥ് ഭാസി. കേസിൽ എക്സൈസ് നിലവിൽ പ്രതി ചേർക്കാത്ത സാഹചര്യത്തിലാണ് നടപടി. ഹർജി ഈ മാസം 22-ന് പരിഗണിക്കാൻ ഹൈക്കോടതി നേരത്തെ മാറ്റിയിരുന്നു. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ
എക്സൈസ് നടപടികൾ കടുപ്പിക്കവെയാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ശ്രീനാഥ് ബാസി ഹൈക്കോടതിയെ സമീപിച്ചത്. പ്രതി തസ്ലീമയിൽ നിന്ന് താൻ കഞ്ചാവ് വാങ്ങിയിട്ടില്ല. അറസ്റ്റ് ചെയ്താൽ സിനിമയുടെ ഷൂട്ടിംഗ് മുടങ്ങും. ഏത് ജാമ്യവ്യവസ്ഥയും അംഗീകരിക്കാൻ തയ്യാറാണെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നും ശ്രീനാഥ് ബാസി ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കേസിൽ ശ്രീനാഥ് ബാസി നിലവിൽ പ്രതിയല്ലെന്ന് എക്സൈസ് ഹൈക്കോടതിയിൽ നിലപാട് അറിയിച്ചു. അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ഏജൻസി വ്യക്തമാക്കി. തുടർന്നാണ് ശ്രീനാഥ് ബാസിയുടെ അഭിഭാഷകൻ ഹർജി പിൻവലിക്കുന്നതായി കോടതിയെ അറിയിച്ചത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 1-നാണ് തസ്ലീമ സുൽത്താനയെ 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി അറസ്റ്റ് ചെയ്തത്. എക്സൈസും ലഹരിവിരുദ്ധ പ്രത്യേക സ്ക്വാഡും ചേർന്നായിരുന്നു അറസ്റ്റ് ചെയ്തത്. ചോദ്യം ചെയ്യലിൽ ശ്രീനാഥ് ബാസി, ഷൈൻ ടോം ചാക്കോ എന്നിവർക്കെതിരെ തസ്ലീമ മൊഴി നൽകിയിരുന്നു. മിക്ക സിനിമാ താരങ്ങളും ലഹരി ഉപയോഗിക്കുന്നവരെന്നും മൊഴിയിലുണ്ടായിരുന്നു. 24 കൊച്ചി. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിൽ സർക്കാരിന് ആശ്വാസം. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനെ റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഇടക്കാല ഉത്തരവിട്ടത്. എന്നാൽ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ പാടില്ലെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനെ റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. പൊതു താത്പര്യം മുൻനിർത്തിയാണ് കമ്മീഷനെ നിയമിച്ചതെന്നും ക്രമസമാധാന വിഷയമെന്ന നിലയിൽ കമ്മീഷന്റെ അന്വേഷണം ആവശ്യമാണെന്നുമുള്ള സർക്കാർ വാദം അംഗീകരിച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ താത്കാലിക ഉത്തരവ്. അപ്പീലിൽ വേനൽ അവധിക്ക് ശേഷം വിശദമായ വാദം കേൾക്കും. അതേസമയം ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ തുടർ നടപടിയെടുക്കുന്നതിൽ സർക്കാരിനെ കോടതി വിലക്കി. അനുമതിയില്ലാതെ നടപടി സ്വീകരിക്കരുതെന്നാണ് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം. ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് സ്വാഗതം ചെയ്ത മുനമ്പം സമരസമിതി ശാശ്വത പരിഹാരത്തിനുള്ള സർക്കാർ നടപടിയിൽ കാലതാമസം ഉണ്ടാകരുതെന്ന് ആവശ്യപ്പെട്ടു. വളരെ സന്തോഷം. ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കാൻ, ഞങ്ങളെ രക്ഷപ്പെടുത്തുവാൻ, ഞങ്ങളുടെ റവന്യൂ അവകാശം തിരിച്ചു പിടിക്കാനായിട്ട് സർക്കാർ നടത്തുന്ന ഈ പോരാട്ടത്തിൽ സർക്കാർ വിജയിച്ചിരിക്കുകയാണ്. ഞങ്ങളും ഇതിലൂടെ ഞങ്ങളുടെ റവന്യൂ അവകാശം സർക്കാർ പുനഃസ്ഥാപിച്ചു തരും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഫെബ്രുവരി 28-ന് കാലാവധി അവസാനിച്ച കമ്മീഷന്റെ പ്രവർത്തനം സർക്കാർ 3 മാസം കൂടി നീട്ടിയിരുന്നു. മുനമ്പം നിവാസികളിൽ നിന്ന് വിശദാംശങ്ങൾ സ്വീകരിച്ച് വിവരങ്ങൾ ക്രോഡീകരിക്കുന്നതിനിടയിലാണ് കമ്മീഷന്റെ പ്രവർത്തനത്തിൽ നിയമസാധുതയില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രവർത്തനം സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയത്. 24 കൊച്ചി. പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതി നിയമം ചോദ്യം ചെയ്ത് കോൺഗ്രസിന് പിന്നാലെ മുസ്ലിം ലീഗും DMKയും സുപ്രീം കോടതിയിൽ. നിയമം മൗലികാവകാശങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എതിരാണെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. മണിപ്പൂരിൽ വഖഫ് നിയമത്തെ പിന്തുണച്ച BJP നേതാവിന്റെ വീടിന് പ്രതിഷേധക്കാർ തീയിട്ടു. വഖഫ് നിയമം ഭരണഘടനാ ലംഘനവും മുസ്ലിം വിഭാഗത്തിന്റെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റവുമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുസ്ലിം ലീഗിന്റെ ഹർജി. നിയമം മൗലികാവകാശങ്ങൾക്കും വിശ്വാസങ്ങൾക്കുമെതിരാണ്. ഇത് ഫണ്ടമെന്റൽ ആയിട്ടുള്ള വിശ്വാസങ്ങൾക്ക് എതിരാണ്. അടിസ്ഥാനപരമായി ദേശീയ തലത്തിൽ വന്നിരിക്കുന്ന ഒരു വലിയ ദുരന്തമാണ്. വഖഫ് നിയമ ഭേദഗതിയുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുള്ള ഹർജികൾ അടിയന്തരമായി പരിഗണിക്കണമെന്ന മുസ്ലിം ലീഗിനായി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. വഖഫ് ഭേദഗതി നിയമത്തെ പിന്തുണച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട മണിപ്പൂർ BJP ന്യൂനപക്ഷ വിഭാഗം പ്രസിഡന്റ് അസ്കർ അലിയുടെ വീടിന് ഒരു കൂട്ടം ആളുകൾ തീയിട്ടു. ഉത്തർപ്രദേശ് മുസാഫർ നഗറിൽ വഖഫ് നിയമത്തിനെതിരെ പ്രതിഷേധിച്ച 300 പേർക്ക് പോലീസ് നോട്ടീസ് നൽകി. 24 ഡൽഹി. മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിലെ പ്രസവത്തിൽ യുവതി മരിച്ചത് അമിത രക്തസ്രാവം മൂലമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൃത്യസമയത്ത് ചികിത്സ നൽകിയിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കേസിൽ ഭർത്താവ് സിറാജുദ്ദീനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. ശനിയാഴ്ച രാത്രി 9 മണിയോടെയാണ് വീട്ടിൽ നടന്ന പ്രസവത്തെ തുടർന്ന് അസ്മ മരിച്ചത്. മലപ്പുറം ചട്ടിപ്പറമ്പിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു അസ്മയും ഭർത്താവ് സിറാജുദ്ദീനും. പ്രസവത്തിനായി അസ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ ചികിത്സ നൽകാനോ സിറാജുദ്ദീൻ തയ്യാറായില്ല. പ്രസവശേഷം അമിത രക്തസ്രാവമുണ്ടായി. ഇതാണ് മരണകാരണമായതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അസ്മയുടെ മരണം മനഃപൂർവ്വമായ നരഹത്യയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മരണത്തിലേക്ക് ഇത്തരത്തിൽ അമ്മമാരെ, കുഞ്ഞുങ്ങളെ തള്ളിവിടുന്നത് അത് മനഃപൂർവ്വമായിട്ടുള്ള ഒരു നരഹത്യയായിട്ട് കണക്കാക്കേണ്ടതായിട്ട് വരും. വളരെ ഗൗരവമുള്ള വിഷയമാണല്ലോ. മരിച്ച ശേഷം ആരെയും അറിയിക്കാതെ രാത്രി തന്നെ ആംബുലൻസ് വിളിച്ച് മൃതദേഹവുമായി സിറാജുദ്ദീൻ പെരുമ്പാവൂരിലേക്ക് വരികയായിരുന്നു. ഇയാൾ മടവൂർ കാഫില എന്ന പേരിൽ യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്. നിലവിൽ സിറാജുദ്ദീൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്.
കേസ് മലപ്പുറം പോലീസിന് കൈമാറിയിട്ടുണ്ട്. 24 കൊച്ചി. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത് പെട്ടെന്നുണ്ടായ പ്രകോപനമെന്ന് പോലീസ്. ഉദ്യോഗസ്ഥയെ പ്രതി ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചതിന് ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇത് പരിശോധിച്ചു വരികയാണ്. കേസ് അന്വേഷണത്തിൽ വീഴ്ച വന്നിട്ടില്ലെന്നും തിരുവനന്തപുരം DCP പറഞ്ഞു. ആത്മഹത്യാ ദിവസം പലതവണ ഉദ്യോഗസ്ഥയെ പ്രതി സുഗാന്ത് ഫോണിൽ വിളിച്ചിരുന്നു. ഇതാകാം ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഉദ്യോഗസ്ഥയുടെ മൊബൈൽ ഫോൺ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. അതുകൊണ്ട് ഫോണിലെ വിവരങ്ങൾ എടുക്കാൻ സാധിച്ചിട്ടില്ല. പ്രതി താമസിച്ചിരുന്ന സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ ഒരു മൊബൈൽ ഫോണും ഐപാഡും കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ വിവരങ്ങൾ പരിശോധിക്കുകയാണ്. പ്രതിയും കുടുംബവും നിലവിൽ ഒളിവിലാണ്. കേരളത്തിന് പുറത്തും അന്വേഷണം നടക്കുന്നുണ്ട്. പ്രതി രാജ്യം വിടാതിരിക്കാൻ ലുക്കൌട്ട് സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. 2 ടീമുകളായി തിരിഞ്ഞാണ് അന്വേഷണം. സുഗാന്തുമായി IB ഉദ്യോഗസ്ഥയ്ക്ക് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. 3 ലക്ഷത്തോളം രൂപയുടെ ഇടപാടുകൾ നടന്നതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പ്രതി മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതിന്റെ ചില തെളിവുകൾ ലഭിച്ചതായും ഇതിൽ പരിശോധന നടക്കുന്നുവെന്നും തിരുവനന്തപുരം DCP പറഞ്ഞു. ആ സമയത്ത് കോളുകൾ ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് ദ ബേസിക് തിങ്. പ്രതി കിട്ടിയ ശേഷം ആളിനോട് സംസാരിച്ച സമയത്ത് നമുക്ക് മനസ്സിലാവും. ആ സമയം തന്നെ ആ മൊബൈൽ ട്രെയിൻ തട്ടിയ സമയത്ത് ആ മൊബൈൽ നശിപ്പിക്കുക ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ തെളിവുകൾ ഇപ്പോൾ റിക്കവർ ചെയ്യാൻ സാധിക്കുന്നില്ല. സോ വെൻ എവർ വി ഗെറ്റ് ദാറ്റ് എവിഡൻസ് ദെൻ വി ക്യാൻ ഉറപ്പായിട്ട് പറയാൻ പറ്റും എന്തൊക്കെ എക്സാക്ട് റീസൺ ആയിരുന്നു. പ്രതിക്ക് മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടോ എന്ന് കൂടുതൽ അന്വേഷണത്തിലേ വ്യക്തമാവുകയുള്ളൂവെന്നും കേസ് അന്വേഷണത്തിൽ വീഴ്ച വന്നിട്ടില്ലെന്നും DCP പറഞ്ഞു. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. കൊച്ചിയിലെ സ്വകാര്യ മാർക്കറ്റിംഗ് കമ്പനിയിലെ തൊഴിൽ പീഡനത്തിൽ കമ്പനി മുൻ മാനേജർ മനാഫിനെതിരെ വീണ്ടും കേസ്. മോശമായി പെരുമാറിയതിനും തൊഴിൽ പീഡനത്തിനുമാണ് കേസ്. ദൃശ്യങ്ങളിലുള്ള യുവാക്കളുടെ പരാതിയിലാണ് കേസ്. ഇവരുടെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച യൂട്യൂബ് ചാനലിനെതിരെയും കേസെടുത്തു. റാഫി കരീം വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. റാഫി, ഇപ്പോൾ എന്തിനാണ് ഈ മുൻ മാനേജർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്? നേരത്തെ ഇതെന്താ ട്രെയിനിങ്ങിന്റെ ഭാഗമായ പരിശീലനമായിരുന്നു എന്നൊക്കെയുള്ള മൊഴി തൊഴിൽ വകുപ്പിന് നൽകുകയും തൊഴിൽ വകുപ്പ് അത് എഴുതിയെടുത്തുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്തല്ലോ. ഇപ്പോൾ ഇത് എന്താണ് തൊഴിൽ പീഡനമെന്ന് പോലീസ് ഒടുവിൽ കണ്ടെത്തിയിട്ടുണ്ടോ? വിജയകുമാർ, തൊഴിൽ പീഡനമെന്ന് പെരുമ്പാവൂർ പോലീസ് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതുമൂലമാണ് ഇപ്പോൾ മനാഫിനെതിരെ വീണ്ടും ഒരു കേസ് കൂടി പെരുമ്പാവൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് ഈ തവണ ദൃശ്യങ്ങളിലുള്ള യുവാക്കൾ പെരുമ്പാവൂർ പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മനാഫിനെതിരെ കേസെടുത്തിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഒന്നുള്ളത് ഇവരുടെ ദൃശ്യങ്ങൾ അനുവാദമില്ലാതെ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ്. ഒപ്പം തന്നെ മനാഫ് ഈ ആളുകളെ തൊഴിലിനായി എത്തിയ ആളുകളെ മനാഫിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അവരെ ഉപദ്രവിച്ചു എന്നുള്ളതാണ്. ഇത്തരത്തിലാണ് 2 കേസുകൾ വിവിധ പരാതികളിൽ മനാഫിനെതിരെ എടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതിൽ ഒരു യുവതിയുടെ പരാതിയിൽ മനാഫിനെതിരെ കേസെടുത്തിരുന്നു. ഇന്നിപ്പോൾ ആ യുവാക്കളുടെ പരാതിയിലാണ് മനാഫിനെതിരെ പെരുമ്പാവൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ തൊഴിൽ വകുപ്പിൻ്റെ അന്വേഷണവും നടക്കുന്നുണ്ട്. തൊഴിൽ വകുപ്പ് ആദ്യം നൽകിയ റിപ്പോർട്ടിൽ, പ്രാഥമിക അന്വേഷണം നടത്തി നൽകിയ റിപ്പോർട്ടിൽ ഇതൊരു തരത്തിലുമുള്ള തൊഴിൽ പീഡനം അവിടെ നടന്നിട്ടില്ല എന്നായിരുന്നു റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ഈ യുവാക്കളും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പറഞ്ഞത് മനാഫിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു പ്ലാനിംഗ് ആയിരുന്നു ഈ ദൃശ്യങ്ങൾ എടുത്തത് എന്നുള്ളതാണ്. ഈ മനാഫിൻ്റെ നേതൃത്വത്തിൽ അവിടെ മനാഫ് മാനേജർ ആയിരുന്നു. അതിനുശേഷം ഈ യുവാക്കളോട് ഇതൊരു പരിശീലനത്തിൻ്റെ ഭാഗമാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ ദൃശ്യങ്ങൾ മനാഫ് എടുക്കുകയായിരുന്നു എന്നുള്ളതാണ് യുവാക്കൾ വ്യക്തമാക്കിയത്. ഇത് സാധൂകരിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് ഈ തൊഴിൽ വകുപ്പിലേക്ക് അവിടുത്തെ ലേബർ ഉദ്യോഗസ്ഥർ നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് തുടർ നടപടി എന്ന രീതിയിൽ ഈ പോലീസിന് ഇപ്പോൾ യുവാക്കളും പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനാഫിനെ ഇത് ചോദ്യം ചെയ്യുകയും മറ്റ് നടപടികളിലേക്കും കടക്കാനാണ് പെരുമ്പാവൂർ പോലീസിന്റെ തീരുമാനം. യെസ്, ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിൽ മനാഫിന് എന്തോ പങ്കുണ്ട് എന്നാണ് പരാതി. അതിലാണിപ്പോൾ അന്വേഷണം നടക്കുന്നത്. റാഫി കരീമാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുന്ന വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ സമരം 6ാം ദിവസം. കൈയും കാലും കൂട്ടിക്കെട്ടി പ്ലാവിലെ തൊപ്പിയും വെച്ചായിരുന്നു ഇന്നത്തെ പ്രതിഷേധം. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ 12 ദിവസം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. കഴിഞ്ഞ ദിവസം ക്ഷേത്രപ്രദക്ഷിണം, ഇന്നലെ കല്ലുപ്പിന് മുകളിൽ മുട്ടുകുത്തിയുള്ള സമരം. കടുപ്പമേറിയ സമരം ഇന്നും തുടരുകയാണ് ഈ പെൺകുട്ടികൾ. കൈയും കാലും പരസ്പരം ചേർത്ത് കൂട്ടിക്കെട്ടിയായിരുന്നു ഇന്നത്തെ സമരം. വിലങ്ങിന് പകരം പ്രതീകാത്മകമായാണ് ഇങ്ങനെ ചെയ്തത്. പോലീസ് തൊപ്പിക്ക് പകരം പ്ലാവിലെ തൊപ്പി തലയിലേന്തി. നിരാഹാര സമരം 6 ദിവസം പിന്നിട്ടു.
സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുകയോ പ്രതിപക്ഷ സംഘടനകൾ പോലും പിന്തുണ നൽകുകയോ ചെയ്തിട്ടില്ലെന്നും റാങ്ക് ഹോൾഡേഴ്സ് പറയുന്നു. ഞങ്ങൾക്ക് ഒരു കക്ഷികളില്ല, ഞങ്ങൾ മാത്രമേ ഞങ്ങളാണ് ഞങ്ങളുടെ സംഘടന. അതായത് ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഒരു സംഘടനകൾ, ഞങ്ങൾക്ക് എന്തെങ്കിലും സംഘടനകൾ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇതുപോലെ തെരുവിലേക്ക് കിടക്കും. ഇന്നലെ ഞങ്ങൾ ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്താണ് മഴ പെയ്തത്. ഞങ്ങൾ എല്ലാവരും വെളുപ്പിനെ എനിക്ക് തോന്നുന്നൊരു 3 മണിയായി കാണും. ആ സമയത്ത് ഞങ്ങൾ എണീറ്റ് ടാർപ്പ പോലെ വിളിച്ച് എല്ലാവരും ആ വെളുപ്പിനെ അവിടെ നിൽക്കുകയായിരുന്നു ചെയ്തത്. സംഘടനകളോ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ നിൽക്കേണ്ടി വരുമായിരുന്നോ? ഈ മാസം 19-നാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത്. 964 പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ 235 നിയമനം മാത്രമാണ് നടത്തിയത്. നിയമന കാലാവധി നീട്ടുക, നിയമനം വേഗത്തിലാക്കുക എന്നിവയാണ് സമരത്തിന്റെ ആവശ്യം. സംസ്ഥാനത്ത് വിവിധ സ്റ്റേഷനുകളിലായി 570-ലധികം വനിതാ സിവിൽ പോലീസ് ഓഫീസർമാരുടെ ഒഴിവുണ്ട്. 24 തിരുവനന്തപുരം. പാലക്കാട് മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടത് നെഞ്ചിലേറ്റ ആഴത്തിലുള്ള മുറിവിനെ തുടർന്നെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വനം വകുപ്പിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് CPM മുണ്ടൂരിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണമായിരുന്നു. BJP പാലക്കാട് DFO ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. വകുപ്പിന് വീഴ്ച സംഭവിച്ചോ എന്ന് പരിശോധിക്കുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. കാട്ടാന ആക്രമണത്തിൽ അലൻ ജോസഫ് കൊല്ലപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം വനം വകുപ്പിനാണെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട്. CPI മുണ്ടൂരിൽ ആഹ്വാനം ചെയ്ത പ്രാദേശിക ഹർത്താൽ പൂർണ്ണം. അലന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് BJP പാലക്കാട് DFO ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ഇതിനിടെ വനം വകുപ്പിനെതിരെ നാട്ടുകാർ രംഗത്തെത്തി. ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിയ A. പ്രഭാകരൻ MLA നാട്ടുകാർ തടഞ്ഞു. അലൻ ജോസഫിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്നും അമ്മ വിജിയുടെ ചികിത്സയ്ക്കായി 2 ലക്ഷം രൂപ നൽകുമെന്നും പ്രഖ്യാപനം. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തരവാദപ്പെട്ട എല്ലാവരുടെ ശ്രദ്ധയിലും ഞങ്ങൾ പെടുത്തിയിട്ടുണ്ട്, ഇനിയും പെടുത്തും. എന്നാൽ ഇപ്പോൾ ഈ ഫോറസ്റ്റുകാർക്ക് പുറമെ പോലീസുകാരെ അടക്കം ഉപയോഗപ്പെടുത്തി അതിനെ നാട്ടുകാരെ സഹായിക്കാനുള്ള ഏർപ്പാട് ഉണ്ടാക്കാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. നെഞ്ചിലേറ്റ ആഴത്തിലുള്ള മുറിവും ആന്തരിക രക്തസ്രാവവുമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. വാരിയലുകൾക്ക് പരിക്കേറ്റതായും കണ്ടെത്തി. കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ അമ്മ വിജി തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അലന്റെ മൃതദേഹം നാളെ സംസ്കരിക്കും. രാജീവ് സുധേവിനൊപ്പം ശ്രീജിത്ത് ശ്രീകുമാരൻ, 24 പാലക്കാട്. കണ്ണൂരിൽ മുറിവേറ്റ ആനയെ എഴുന്നള്ളിപ്പിന് ഉപയോഗിച്ച സംഭവത്തിൽ വനം വകുപ്പിന്റെ ഇടപെടൽ. വനം വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ക്ഷേത്രം ഭാരവാഹികൾ ആനയെ തിരിച്ചയച്ചു. തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായാണ് ആനയെ എഴുന്നള്ളിപ്പിനെത്തിച്ചത്. അവശനിലയിലുള്ള മംഗലാംകുന്ന് ഗണേശൻ എന്ന ആനയെ 3 മണിക്കൂറിലേറെയാണ് എഴുന്നള്ളിച്ചത്. ശരീരത്തിന്റെ ഇരുവശങ്ങളിലും മുറിവുകൾ, കാലിലെ മുറിവ് പഴുത്ത നിലയിൽ. ദൃശ്യങ്ങൾ സഹിതം വാർത്ത വന്നതിന് പിന്നാലെ വനംവകുപ്പ് അന്വേഷണം തുടങ്ങി. ക്ഷേത്രത്തിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. ഇനി എഴുന്നള്ളിക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകിയതോടെയാണ് ആനയെ തിരിച്ചയക്കാൻ ക്ഷേത്ര ഭരണസമിതി തീരുമാനിച്ചത്. ഫോറസ്റ്റിന്റെ അപേക്ഷ മാനിച്ച്, അതായത് ഓരോ നിർദ്ദേശം മാനിച്ചിട്ട് നമ്മൾ ആനേനെ എഴുന്നള്ളിക്കുന്നില്ല. നമ്മളെ കയ്യിലുള്ള പേപ്പർ വെച്ചിട്ട് നമുക്ക് ആനേനെ പങ്കെടുപ്പിക്കാം. പിന്നെ ആന അങ്ങനെ ഒരു കാഴ്ചക്കോ ഇതെല്ലാം നമുക്കങ്ങനെ ഒരു ആനേനെ പറ്റിയൊരു തോന്നിയിട്ടില്ല. ആനയെ എഴുന്നള്ളിപ്പിക്കാനുള്ള ഫിറ്റ്നസ് രേഖകൾ ഉടമ ഹാജരാക്കിയിരുന്നുവെന്നാണ് ക്ഷേത്ര ഭരണസമിതിയുടെ വിശദീകരണം. നടക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ആനയ്ക്ക് എങ്ങനെ ഫിറ്റ്നസ് ലഭിച്ചു എന്നതിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. 24 കണ്ണൂർ. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. CPM ജനറൽ സെക്രട്ടറി MA ബേബിക്ക് AKG സെന്ററിൽ ആവേശകരമായ സ്വീകരണം. കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, ജില്ലാ സെക്രട്ടറി V. ജോയ്, മന്ത്രി V. ശിവൻകുട്ടി തുടങ്ങിയ നേതാക്കൾ ചേർന്നാണ് പുതിയ ജനറൽ സെക്രട്ടറിയെ സ്വീകരിച്ചത്. കേരളത്തിലെ ഇടത് സർക്കാരിനെ സംരക്ഷിക്കാൻ രാജ്യത്തെ CPM ഒന്നിച്ചണിനിരക്കുമെന്ന് MA ബേബി പറഞ്ഞു. മുതിർന്ന CPM നേതാവ് VS അച്യുതാനന്ദനെയും MA ബേബി വീട്ടിലെത്തി സന്ദർശിച്ചു. പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ ചുമതല ഏറ്റെടുക്കാൻ പ്രാപ്തരായ മറ്റൊട്ടനവധി സഖാക്കൾ നമ്മുടെ പാർട്ടിയിൽ ഇപ്പോൾ ഉണ്ട്. എന്നാൽ അവർ ചേർന്ന് എന്നിൽ ഇങ്ങനെ ഒരു ചുമതല ഏൽപ്പിച്ചപ്പോൾ പാർട്ടി പറയുന്നത് അനുസരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അത് അംഗീകരിക്കുക മാത്രമാണ് ചെയ്തത്. ഇതൊരു ഭംഗിവാക്കായിട്ടല്ല ഞാൻ പറയുന്നത് എന്ന് ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുത്ത കേന്ദ്ര കമ്മിറ്റിയിലും അവിടെ പ്രതിനിധികളായിരുന്ന ഈ സഖാക്കളും കേട്ട കാര്യമാണ്.
അതെൻ്റെ ആത്മാർത്ഥമായ അഭിപ്രായമാണ്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് തയ്യാറെടുത്ത് BJP 5 മേഖലകളായി തിരിച്ച് മുതിർന്ന നേതാക്കൾക്ക് ചുമതല നൽകി. കോർ കമ്മിറ്റി അംഗങ്ങൾക്കാണ് തെരഞ്ഞെടുപ്പ് ചുമതല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40 സീറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് തീരുമാനം. തെരഞ്ഞെടുപ്പ് ഏകോപനത്തിന് RSS സംയോജകരെ നിശ്ചയിക്കും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനൊരുങ്ങി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 263 പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കും. 59 പുതിയ പോളിംഗ് ബൂത്തുകൾ ഇതിൽ ഉൾപ്പെടുത്തും. ഓരോ ബൂത്തിലെയും സമ്മതിദായകരുടെ എണ്ണം 1200 പരിമിതപ്പെടുത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മലപ്പുറം പരാമർശത്തിൽ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ വിമർശിച്ച മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. കേരളത്തിലെ ഈഴവ സമുദായത്തിനു വേണ്ടി വെള്ളാപ്പള്ളി എന്തു ചെയ്തു? വെള്ളാപ്പള്ളി വർഗീയ കോടാലിയാണ്. വെള്ളാപ്പള്ളിയേക്കാൾ വലിയ കാളകൂട വിഷത്തെ നേരിട്ട ചരിത്രം ലീഗിനുണ്ട്. നവോത്ഥാന മുന്നണിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ CPM തയ്യാറുണ്ടോ എന്നും KM ഷാജി ചോദിച്ചു. കേരളത്തിൻ്റെ പഴയകാല രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്ന് കേരളം ഈ കാലയളവ് മുഴുവൻ നീന്തി കയറിയതിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പങ്കുണ്ട്. ഞങ്ങളെടുക്കുന്ന സമീപനങ്ങളുടെ പങ്കുണ്ട്, ഞങ്ങളെടുക്കുന്ന നിലപാടുകളുടെ പങ്കുണ്ട്. ഇവിടെ വെള്ളാപ്പള്ളി പറഞ്ഞല്ലോ, ലീഗ് മുസ്ലിങ്ങളെയും കൊന്നുകളിയുന്നൊക്കെ. മുസ്ലിം ലീഗുകാർ ആരെയും തൊടാത്ത, ഒന്ന് കൊല്ലുക വരെ ചെയ്യാത്ത മഹാമനീഷികളെന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ലീഗ് ആസൂത്രണം ചെയ്തിട്ട് ഒരു കലാപമോ ഒരു കൊലപാതകമോ അതിനുവേണ്ടി ലീഗിൻ്റെ പാർട്ടി ഓഫീസോ ലീഗ് നേതാവിൻ്റെ തലയോ ഞങ്ങൾ വിനിയോഗിക്കില്ല. ഒരു ഇൻസിഡൻറ്റ് എവിടെയെങ്കിലും ഉണ്ടായതെന്ന് ലീഗാരില്ലെന്ന് ഞങ്ങൾ പറയില്ല. പക്ഷേ ഞങ്ങൾ സൂക്ഷ്മതയോടുകൂടിയാണ് കേരളത്തിലെ കഴിഞ്ഞകാല രാഷ്ട്രീയത്തിൽ ഇടപെട്ടത്. ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. വെള്ളാപ്പള്ളിയേക്കാൾ മൂത്ത വിഷം, കാളകൂട വിഷം കേരളത്തിൽ വന്നിട്ട് കേരളത്തിനൊരു ചുക്ക് സംഭവിച്ചിട്ടില്ല. അവിടെ ഞങ്ങളുണ്ടാവും ജാഗ്രതയോടെ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കുള്ള മുസ്ലിം ലീഗിന്റെ ഭവന സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം ബുധനാഴ്ച നടക്കും. മേപ്പാടിയിൽ കണ്ടെത്തിയ ഭൂമിയിൽ 105 വീടുകളാണ് ഒരുങ്ങുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഭവന സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുക. 10 ഏക്കർ ഭൂമിയിൽ 105 കുടുംബങ്ങൾക്ക് വീടൊരുങ്ങും. സർക്കാരിന്റെ ലിസ്റ്റുമായി സഹകരിച്ചാണ് വീട് നൽകുകയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം 9-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അതിൻ്റെ ശിലാസ്ഥാപനം നിർവഹിക്കും. അത് കഴിഞ്ഞാലുടൻ അതിൻ്റെ പണി ആരംഭിക്കും. വയനാട് പുനരധിവാസത്തിൽ സർക്കാർ തീരുമാനം വൈകിയെന്നാരോപിച്ചാണ് സ്വന്തം നിലയിൽ ഭൂമി കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുമെന്ന് ലീഗ് നേരത്തെ പ്രഖ്യാപിച്ചത്. 8 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കി വീട് കൈമാറാനാണ് നീക്കം. 24 കോഴിക്കോട്. പാലക്കാട് പന്നിയങ്കരയിലെ ടോൾ പിരിവിൽ നിന്ന് പ്രദേശവാസികളെ ഒഴിവാക്കി. K രാധാകൃഷ്ണൻ MPയുടെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. ടോൾ പ്ലാസയിൽ നിന്ന് 7.5 മുതൽ 9.4 കിലോമീറ്റർ ചുറ്റളവിൽ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഏകോപിപ്പിച്ച് പരിധി നിശ്ചയിച്ചു. ഈ പരിധിയിൽ വരുന്ന പ്രദേശവാസികൾക്കാണ് സൗജന്യ യാത്ര. സൗജന്യ യാത്രയ്ക്ക് പുറത്തുള്ള 20 കിലോമീറ്റർ ചുറ്റളവിൽ സമീപ പഞ്ചായത്തുകളിൽ ഉള്ളവർക്ക് 350 രൂപ മാസ പാസ് എടുത്ത് പ്രതിമാസം എത്ര തവണ വേണമെങ്കിലും യാത്ര ചെയ്യാം. കൊല്ലത്ത് 12കാരിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത മാതാവിന്റെ ആൺസുഹൃത്തിന് 4 ജീവപര്യന്തം ശിക്ഷ. പത്തനംതിട്ട സീതത്തോട് ചിറ്റാർ സ്വദേശി ജയ്മോനെയാണ് പുനലൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷിച്ചത്. ജയ്മോൻ കൊലപാതക കേസിലും പ്രതിയാണ്. കുട്ടിയുടെ അമ്മ സമാന കേസിൽ ശിക്ഷിക്കപ്പെട്ട് തമിഴ്നാട് ജയിലിലാണ്. ആര്യങ്കാവ് കുളിർക്കാട് എസ്റ്റേറ്റിൽ മാതാവിനോടൊപ്പം താമസിച്ചിരുന്ന 12കാരിയെ കുട്ടിയുടെ അമ്മയ്ക്കൊപ്പം താമസിച്ചിരുന്ന ജയ്മോൻ 2016 മുതലാണ് ലൈംഗിക പീഡനത്തിനിരയാക്കിയത്. അതിജീവിതയുടെ അമ്മയുടെ സഹായത്തോടെ തമിഴ്നാട്ടിൽ ഉൾപ്പെടെ എത്തിച്ചാണ് പീഡിപ്പിച്ചത്. 2018 കുട്ടിയെ കാണാനില്ലെന്ന് കാട്ടി ഇവർ പോലീസിൽ പരാതി നൽകി. കുട്ടിയെ കണ്ടെത്തി പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് പീഡന വിവരങ്ങൾ പുറത്തുവന്നത്. തെന്മല പോലീസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ച കേസിൽ പുനലൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി TD ബൈജു 4 ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും വിധിക്കുകയായിരുന്നു. പിഴ ഒടുക്കിയില്ലെങ്കിൽ 8 മാസം കഠിന തടവ് അനുഭവിക്കണം. പിഴത്തുക അതിജീവിതയ്ക്ക് നൽകണം. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും 3 ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നഷ്ടപരിഹാരം നൽകാനും കോടതി വിധിച്ചു. പെൺകുട്ടിയെ പലതവണ ബലാത്സംഗത്തിന് ഇരയാക്കിയ കേസിൽ പുനലൂർ പോക്സോ കോടതി പ്രതിക്ക് 4 ജീവപര്യന്തവും 1 ലക്ഷം രൂപ പിഴയും പിഴ ഒടുക്കിയില്ലെങ്കിൽ 8 മാസം കൂടി കഠിന തടവും ശിക്ഷ വിധിച്ചു. കൂടാതെ നഷ്ടപരിഹാരമായി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി 3 ലക്ഷം രൂപ കുട്ടിക്ക് നൽകാനും വിധിയിൽ പ്രത്യേക പരാമർശം. പ്രതിക്കെതിരെ മറ്റ് ജില്ലകളിലും പോക്സോ കേസുകളുണ്ട്. മലപ്പുറം കാളികാവ് പോലീസ് സ്റ്റേഷനിലെ കൊലപാതക കേസിലും ഇയാൾ പ്രതിയാണ്.
പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KP അജിത് ഹാജരായി. 24 കൊട്ടാരക്കര. ഇടുക്കി തൊടുപുഴയിൽ ബിസിനസ് പങ്കാളി ബിജു ജോസഫിനെ കൊലപ്പെടുത്തിയത് ദൃശ്യം മോഡലിലെന്ന് ഒന്നാം പ്രതി ജോമോന്റെ ഫോൺ സംഭാഷണം. കൃത്യം നടത്തിയ ശേഷം സുഹൃത്തുക്കളോട് സംസാരിച്ചതിന്റെ ശബ്ദരേഖയാണ് പോലീസിന് ലഭിച്ചത്. ജോമോന്റെ ഭാര്യയുടെ അറസ്റ്റും ഉടൻ ഉണ്ടായേക്കും. അതിനിടെ ബിജുവിനെ തട്ടിക്കൊണ്ടുപോകുന്ന വാനിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. കൃത്യമായി ആസൂത്രണം ചെയ്ത കൊലപാതകമാണ് തൊടുപുഴയിലെ ബിജു ജോസഫിന്റേതെന്ന് വ്യക്തമാക്കുന്നതാണ് പോലീസിന് ലഭിച്ച തെളിവുകൾ. കൊലപാതകത്തിന് ശേഷം ഒന്നാം പ്രതി ജോമോൻ സുഹൃത്തുക്കളോടും ബന്ധുവിനോടും സംസാരിക്കുന്ന ഫോൺ സംഭാഷണമാണ് പോലീസ് കണ്ടെടുത്തത്. ദൃശ്യം 4-ാം ഭാഗം നടത്തിയെന്നും ആര് വിചാരിച്ചാലും മൃതദേഹം കണ്ടെടുക്കാൻ പറ്റില്ലെന്നുമാണ് കൊലപാതകത്തിന് ശേഷം ജോമോൻ പലരെയും ഫോണിൽ വിളിച്ച് പറഞ്ഞത്. ജോമോന്റെ ശബ്ദം പോലീസ് തിരിച്ചറിഞ്ഞു. ശാസ്ത്രീയ പരിശോധന നടത്തി ശബ്ദം ആധികാരികമാണെന്ന് തെളിയിക്കേണ്ടതുണ്ട്. ഇതിനായുള്ള വോയിസ് ടെസ്റ്റ് ഉടൻ നടത്തും. കൊലപാതകത്തിന് ശേഷം ജോമോൻ ഫോണിൽ സംസാരിച്ചവരുടെ വിവരങ്ങളും പോലീസ് ശേഖരിച്ചു. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി നാളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും. ജോമോന്റെ ഭാര്യയുടെ അറസ്റ്റും ഉടനുണ്ടായേക്കും. ബിജു ജോസഫിനെ തട്ടിക്കൊണ്ടുപോകുന്നത് ഭാര്യയ്ക്ക് അറിയാമായിരുന്നുവെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. അതിനിടെ ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാനിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ബാംഗ്ലൂർ ജംഗ്ഷനിലൂടെ കടന്നുപോകുന്ന ഒമ്നി വാനിന്റെ ദൃശ്യങ്ങളാണ് ലഭിച്ചത്. നേരത്തെ ഈ വാൻ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. 24 ഇടുക്കി. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. SNDPO ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിവാദ പ്രസംഗത്തിൽ കേസെടുക്കാൻ കഴിയില്ല എന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചു. മലപ്പുറം ചുങ്കത്തറയിൽ നടത്തിയ വിവാദ പ്രസംഗത്തിലാണ് പോലീസ് നേരത്തെ നിയമോപദേശം തേടിയത്. വെള്ളാപ്പള്ളി നടേശൻ വർഗീയ പരാമർശം നടത്തിയെന്നതിൽ പ്രസംഗത്തിൽ നിന്ന് അത് വ്യക്തമല്ല എന്നാണ് ഇപ്പോൾ പോലീസിന് നിയമോപദേശം ലഭിച്ചത്. 8 പരാതികളാണ് എടക്കര പോലീസിൽ ലഭിച്ചിരുന്നത്. അതിലാണ് നിയമോപദേശം തേടിയത്. വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകും. വിപിൻ, എന്താണ് ഇക്കാര്യത്തിൽ പോലീസിന്റെ നിലപാട്? കേസെടുക്കേണ്ടതില്ല എന്നതാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം, അല്ലേ? അതെ, വിജയകുമാർ, വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് മലപ്പുറം ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ യൂത്ത് ലീഗിന്റെ അടക്കം പരാതികൾ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇതിൽ നിയമോപദേശം തേടിയത്. ഈ നിയമോപദേശ പ്രകാരം കേസെടുക്കാൻ ആകില്ല എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത്. കാരണം വെള്ളാപ്പള്ളി നടേശൻ വർഗീയ പരാമർശം നടത്തി എന്നുള്ളതിൽ പ്രസംഗത്തിൽ വ്യക്തതയില്ല എന്നുള്ളതാണ് ഈ നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഒരു വർഗീയ പരാമർശം നാട്ടിൽ അത്തരത്തിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രസംഗം അദ്ദേഹം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ നിയമോപദേശം ഉണ്ടായിരിക്കുന്നത്. അതിൽ ഏതെങ്കിലും ഒരു മതത്തെ എടുത്തു പറയുകയോ അല്ലെങ്കിൽ ഒരു കലാപത്തിനുള്ള ഒരു ആഹ്വാനമോ അത്തരത്തിലൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ വർഗീയ പരാമർശം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ കണ്ടെത്തൽ. അത്തരത്തിലുള്ള ഒരു നിയമോപദേശമാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോ അതിൽ കേസ് ഉണ്ടാകില്ല എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാവുകയുമാണ്. 8 പരാതികളാണ് എടക്കര പോലീസിൽ മാത്രം ലഭിച്ചത്. 8 പരാതികളിൽ ഇപ്പോൾ ഈ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് തീർപ്പാക്കുമല്ലോ. കേസെടുത്ത് ഇനിയിപ്പോൾ അതിൽ തുടർ നടപടിയിലേക്ക് ഈ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പോകാൻ സാധ്യതയില്ല, അല്ലേ? അതെ, തുടർ നടപടികൾ ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അത്തരത്തിലുള്ള സൂചനകളുമാണ് വരുന്നത്. കാരണം അത് എടുക്കണമോ എന്നുള്ളതാണ് നിയമോപദേശം തേടിയത്. അപ്പോൾ അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം വർഗീയ പരാമർശം നടത്തി എന്നുള്ള പരാതിയായിരുന്നു യൂത്ത് ലീഗിന്റെയും അടക്കം ഭാഗത്തുനിന്ന് വിവിധ രാഷ്ട്രീയ സംഘടനകൾ ഇത്തരത്തിൽ പരാതി നൽകിയിരുന്നു. അപ്പോൾ അതിൽ നിയമോപദേശം തേടുകയായിരുന്നു. നാട്ടിൽ ഒരു കലാപം ഉണ്ടാക്കാൻ വർഗീയ പരാമർശം നടത്തി എന്നുള്ളതായിരുന്നു പരാതി ഉണ്ടായിരുന്നത്. ആ പരാതിയിലാണ് നിയമോപദേശം തേടുകയും ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് മലപ്പുറം ഒരു രാജ്യമായി നിൽക്കുന്നു, പ്രത്യേകം ആളുകളുടെ ഒരു സംസ്ഥാനമായിട്ട് നിൽക്കുന്നു. ഇവിടെ ഈഴവർക്ക് ഒരു തരത്തിലുമുള്ള നീതി ലഭിക്കുന്നില്ല. തൊഴിലുറപ്പ് മാത്രമേ ഇവിടെ ഈഴവർക്കുള്ളൂ. ഒപ്പം തന്നെ വോട്ടുകുത്തി യന്ത്രങ്ങളാണ് മലപ്പുറത്തെ പിന്നോക്ക വിഭാഗം. സംഘടിച്ച് വോട്ട് ബാങ്കായി നിൽക്കാത്താണ് ഈ അവഗണനയ്ക്ക് കാരണം എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ പേരെടുത്ത് പറഞ്ഞില്ല എന്നുള്ളത് കൂടിയാണ് ഈ നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്. ADGP ലോ ആൻഡ് ഓർഡറിന് 5 പരാതികൾ ലഭിച്ചിരുന്നു. അതുകൂടി എടക്കര പോലീസിലേക്ക് കൈമാറിയിരുന്നു. അങ്ങനെയാണ് എടക്കര പോലീസിൽ മാത്രം 8 പരാതികൾ. എടക്കര പോലീസിന് ലഭിച്ചത് 8 പരാതികളാണ് ആകെ. ആ 8 പരാതികളിലാണ് ഇപ്പോൾ നിയമോപദേശം തേടിയത്. കേസെടുക്കാൻ കഴിയില്ല എന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ പരാതികൾ പോലീസ് തന്നെ തീർപ്പാക്കും. തുടർ നടപടിയിലേക്ക് പോകാൻ സാധ്യതയില്ല എന്നാണ് ഞങ്ങളുടെ മലപ്പുറം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.